ഹായ് ഫ്രണ്ട്സ്, അദോസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു വ്യത്യസ്തമായ വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഞാൻ ആദ്യം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ ഒരു ചെടി നടുന്നതായിരുന്നു. ഒരു പഞ്ചിന് വേണ്ടി ഒരു പാട്ട് ഡൗൺലോഡ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് ഇട്ടു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കോപ്പിറൈറ്റ് ക്ലെയിമും വന്നു. ഞാൻ അപ്പോൾ തന്നെ യൂട്യൂബിൽ നിന്ന് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തു. പിന്നീടുള്ള വീഡിയോ എല്ലാം ഞാൻ കൈൻമാസ്റ്റർ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്തതാണ്. കൈൻമാസ്റ്ററിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ആ മ്യൂസിക് ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡും ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും ക്ലെയിം വന്നു. 2 വീഡിയോകൾക്കാണ് കോപ്പിറൈറ്റ് ക്ലെയിം വന്നത്. ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് പ്രശ്നക്കാരൻ. ആ സമയത്ത് ക്ലെയിം വന്നതിലൊരു വീഡിയോ എൻ്റെ ഫോണിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാറ്റി ഞാൻ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. ക്ലെയിമുള്ള മറ്റൊരു വീഡിയോ ഞാൻ ഫോണിൽ നിന്ന് കളഞ്ഞതുകൊണ്ട് പിന്നെ എഡിറ്റ് ചെയ്യേണ്ടി വന്നു. ഇങ്ങനെ കോപ്പിറൈറ്റ് ക്ലെയിം വന്നാൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫോണിൽ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഈ വീഡിയോ എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തതാണ്. ഇതിൽ കണ്ടോ ഒരു വീഡിയോക്ക് കോപ്പിറൈറ്റ് ക്ലെയിം വന്നത്. ഐക്കാൾ N3 4G കോളിംഗ് ടാബ്ലറ്റ് എന്ന ഫയലിനാണ് കോപ്പിറൈറ്റ് ക്ലെയിം വന്നത്. നമുക്ക് ആ ഫയലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കിട്ടുന്നില്ല. ഇനി നമുക്ക് ലാപ്ടോപ്പിൽ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം. അതിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടും. ക്രോമിൽ ഗൂഗിൾ ഓപ്പൺ ചെയ്ത് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് ടൈപ്പ് ചെയ്യുക. യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് സൈൻ ഇൻ ചെയ്യുക. യൂട്യൂബ് സ്റ്റുഡിയോ ചാനൽ ഡാഷ്ബോർഡ് ഓപ്പണായി. ലെഫ്റ്റ് സൈഡിലുള്ള കണ്ടൻസിൽ ക്ലിക്ക് ചെയ്യുക. എൻ്റെ പുതിയ ഒരു വീഡിയോ ഇവിടെ അപ്ലോഡ് ആവുന്നുണ്ട്. ഇതെല്ലാം ഞാൻ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോസാണ്. ഫിൽറ്ററിൻ്റെ അടുത്തുള്ള 3 ലൈന് ക്ലിക്ക് ചെയ്യുക. കോപ്പിറൈറ്റ് ക്ലെയിംസിൽ ക്ലിക്ക് ചെയ്യുക. ഫിൽറ്ററിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. കോപ്പിറൈറ്റ് ക്ലെയിംസ് ഉള്ള വീഡിയോകളെല്ലാം കിട്ടി. നമ്മുടെ ഒരു ഫയലിന് മാത്രമേ കുഴപ്പമുള്ളൂ. കോപ്പിറൈറ്റ് ക്ലെയിമിൻ്റെ അവിടെ മൗസ് പോയിന്റർ കൊണ്ടുവരിക. സി ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുക. കോപ്പിറൈറ്റ് സമ്മറീസ് ആൻഡ് സ്റ്റാറ്റസ് ഓപ്പണായി. ഇവിടെ ചാനൽ ഇമ്പാക്റ്റ് നോട്ട് എഫക്റ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ചാനലിന് കുഴപ്പമില്ല. നമ്മുടെ വീഡിയോയിലുള്ള പ്രോബ്ലം താഴെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഓഡിയോ ഫയലാണ് പ്രശ്നം.
ക്ലെയിം ടൈപ്പിൽ വീഡിയോൻ്റെ സിമ്പൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഫയലിൽ ഈ കാണുന്ന സ്ഥലത്ത് മാത്രമേ കുഴപ്പമുള്ളൂ. അതായത് 2.50 മുതൽ 4.25 വരെ ആണ് പ്രോബ്ലം. ഇതിൻ്റെ ബലം എന്ന് പറഞ്ഞാൽ വീഡിയോ കനോട്ട് ബി മോണിറ്റൈസ്ഡ്. ഇതിനുള്ള സൊല്യൂഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെലക്ട് ആക്ഷൻ ക്ലിക്ക് ചെയ്യുക. ഒന്നാമത്തെ സൊല്യൂഷൻ ഓഡിയോൻ്റെ ആ ഭാഗം ട്രിം ചെയ്ത് കളയുക. രണ്ടാമത്തെ സൊല്യൂഷൻ സോങ് റീപ്ലേസ് ചെയ്യുക. മൂന്നാമത്തെ സൊല്യൂഷൻ സൗണ്ട് മ്യൂട്ട് ചെയ്യുക. നമുക്ക് റീപ്ലേസ് സോങ് എങ്ങനെയാണെന്ന് നോക്കിയാലോ. യൂട്യൂബ് ലൈബ്രറിയിലുള്ള ഫ്രീ മ്യൂസിക്കുകളെല്ലാം ഇവിടെ കിട്ടും. റീപ്ലേസ് ചെയ്യേണ്ട ഓഡിയോയുടെ ഭാഗം, അതിന് താഴെ കാണുന്നത് നമ്മുടെ വീഡിയോ ഫയലാണ്. നമുക്ക് വേണമെങ്കിൽ യൂട്യൂബ് ലൈബ്രറിയിലെ ഒരു ഫ്രീ സോങ് ആഡ് ചെയ്യാം. അങ്ങനെ ചെയ്താൽ നമ്മുടെ മ്യൂസിക്കിൻ്റെ കൂടെയുള്ള ഓഡിയോ ഫയൽ നഷ്ടപ്പെടും. അതുകൊണ്ട് തൽക്കാലം ആ ഓപ്ഷൻ നടക്കില്ല. നമുക്കിനി മൊബൈൽ ഫോണിൽ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം. ഇനി ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസ് എല്ലാം ഓപ്പൺ ചെയ്യുക. കോപ്പിറൈറ്റ് ക്ലെയിം എന്ന വീഡിയോ iCal M3 4G കോളിംഗ് ടാബ്ലറ്റ് ഓപ്പൺ ചെയ്യുക. വീഡിയോയുടെ മുകളിൽ ഒരു പെൻസിലിൻ്റെ സിമ്പലുണ്ട്. അത് എഡിറ്റ് ബട്ടനാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോൻ്റെ ബേസിക് ഇൻഫോർമേഷൻസ് ഇവിടെ കിട്ടും. ഇതിൻ്റെ അടുത്ത് തന്നെ അഡ്വാൻസ് സെറ്റിംഗ്സ് ടാബുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. സ്ക്രീനിൻ്റെ താഴ്ഭാഗത്തായി ഡിലീറ്റ് ഫ്രം യൂട്യൂബ് എന്ന് കാണാൻ സാധിക്കും. ക്ലിക്ക് ചെയ്യുക. ഓക്കെ എന്ന് കൊടുത്താൽ നമ്മുടെ വീഡിയോ യൂട്യൂബിൽ നിന്ന് ഡിലീറ്റ് ആയി. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ടാവില്ല. എൻ്റെ ചാനലിലുള്ള കോപ്പിറൈറ്റ് ക്ലെയിം ഇപ്പോൾ ഡിലീറ്റ് ആയി. ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തു. സാധാരണ കോപ്പിറൈറ്റ് ക്ലെയിം വന്നാൽ ഓഡിയോ ട്രിം ചെയ്ത് കളയാനും, അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്ത് കളയാനും, അല്ലെങ്കിൽ ഓഡിയോ റീപ്ലേസ് ചെയ്യാനും ഉള്ള ഓപ്ഷൻസാണ് യൂട്യൂബ് തരുന്നത്. എൻ്റെ വീഡിയോയുടെ കേസിൽ മ്യൂസിക്കിൻ്റെ കൂടെ ഞാൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഓഡിയോ കളഞ്ഞാൽ ആ വീഡിയോയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് യൂട്യൂബ് തന്ന ഓപ്ഷൻസുകൾ എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും കൂടെ അപ്ലോഡ് ചെയ്തു. ഇങ്ങനെ ചെയ്താൽ അതിൻ്റെ കൂടെ ഉണ്ടായ വ്യൂസ് എല്ലാം നഷ്ടപ്പെടും. വെറും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിൽ നമുക്ക് ഓഡിയോ റീപ്ലേസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ക്ലെയിം വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന പൈസകൾ മുഴുവൻ അവർ കൊണ്ടുപോകും. അല്ലെങ്കിൽ ഒരു നിശ്ചിത ശതമാനം പൈസ അവർ കൊണ്ടുപോകും. ബെറ്റർ പുറത്തു നിന്നുള്ള സാധനങ്ങൾ ഉപയോഗിക്കാണ്ടിരിക്കുക. അതായത് മറ്റുള്ളവരുടെ അധ്വാനം നമ്മൾ ഉപയോഗിക്കണ്ട. നമ്മുടെ അധ്വാനം വേറുള്ളവർ കൊണ്ടുപോകും വേണ്ട. നിങ്ങളുമായിട്ട് എൻ്റെ അനുഭവം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.